ഗൈസ് സുഖമാണോ എന്ന് നിങ്ങൾ കാണുന്നത് അകത്തുള്ള കെട്ടടി വിത്മല്ലേ, നമുക്ക് പുറത്തുള്ള കാണാം. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുറത്തുള്ള കെട്ടടി വിത്മയാണെങ്കിൽ 10 തവണ നമുക്ക് പറയാം ഗൈസ്. ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജ് ആണ് ഗൈസ്. ഞാനും എന്റെ ചെക്കനായിട്ട് 4 വർഷമായിട്ട് റിലേഷനിലാണ്. പക്ഷെ ഓന്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമല്ല. അപ്പൊ അവ ഇപ്പൊ പറയുന്നത് നമുക്ക് ബ്രേക്കപ്പ് ആക്കാതെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി, സൂയിസൈഡ് ചെയ്യണോ? എടാ കുട്ടി, എന്ത് ചിന്താഗതിയാണ് ഇത്? ഇങ്ങനെ നിങ്ങൾ സൂയിസൈഡ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഇതിനെ സമയം കാണും. എന്തായാലും വീട്ടുകാരുടെ അനുഗ്രഹം ഇല്ലാണ്ട് ഇറങ്ങി പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. അതൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തൊരു കാര്യമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 4 വർഷം റിലേഷനിലായിരുന്ന സമയത്ത് ഇത് ഓൻ അറിയത്തില്ലായിരുന്നു. ഓൻ ഈ റിലേഷൻഷിപ്പ് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഓൻ എന്താക്കുക, ഓൻ അവന്റെ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ആക്കുക. അല്ലാണ്ട് ഇങ്ങനത്തെ ഡിസിഷൻ അല്ലല്ലോ അത് ചെയ്യേണ്ട. ഡയറക്റ്റ് നിങ്ങളോട് ബ്രേക്കപ്പ് ആക്കാന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കാനുള്ളത്? ഓൻ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഓൻ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഒഴിവാകും. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പോലും പാടില്ല കുട്ടി. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സ്നേഹിക്കാൻ എന്ത് പറഞ്ഞാലും മേടിച്ചാലായിട്ട് വീട്ടിലൊരു അച്ഛനും അമ്മ ഉള്ളപ്പോഴത്തേനും നിങ്ങളെ ഒരാൾ ഇങ്ങനെയാണ് ട്രീറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ സൂയിസൈഡ് നിങ്ങൾ ചിന്തിച്ചെന്ന് തന്നെ അവർ അറിയുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു. ഓനോട് പോയിട്ട് പണി നോക്കാൻ പറയാം. നമ്മൾ അവരുടെ മേലെ ഇടുന്ന എനർജിയാണ് ഗൈസ്. അവർ നമുക്ക് എന്തോ വലിയ ശമ്പമായിട്ട് തോന്നുന്നത്. ആ ഒരു എനർജി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവരൊന്നും ഒന്നുമല്ല ഗൈസ്. അതുകൊണ്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ എത്തുമ്പോഴത്തേനും നല്ലൊരു സുന്ദര ചെറുക്കണ ദൈവം കൊണ്ട്. ബൈ ദ ബൈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം.